എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റവയും നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം വെച്ച് ഒരു 4 മണി പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് നമുക്ക് പഴംപൊരിയെക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് നോക്കാം. ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നല്ലോണം പഴുത്ത മീഡിയം സൈസ് 3 നേന്ത്രപ്പഴമാണ് എടുത്തത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ചെറുതായി മുറിച്ചിട്ടെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ പഴം മുഴുവൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് എടുത്തത്, അതൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതേ പരുവത്തിലാണ് ഞാനിവിടെ അരച്ചെടുത്തത്. ഞാനിതിൽ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തത്. വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിത് സ്പാച്ചില വെച്ച് നല്ലോണം മിക്സിയുടെ ജാറിൽ നിന്ന് വടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇതിൻ്റെ മാവിൻ്റെ പാകം പരുവൊക്കെ റെഡിയാണോ എന്നറിയാനായിട്ട് ഇതല്പം തിക്കായിട്ടാണുള്ളത്. നമ്മൾ വറുത്ത റവയല്ലേ ചേർത്ത് കൊടുത്തത്, അപ്പോൾ നിൽക്കും തോറും ഇത് കട്ടി കൂടി വരും. അതൊന്ന് നേർപ്പിക്കാനായിട്ട് ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് അധികം തിക്കും ആവരുത്, അതുപോലെ അധികം ലൂസും ആവാത്ത പരുവത്തിൽ വേണം നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഏതാണ്ട് ഇതേ രീതിയിലാണ് ഞാൻ ഈ മാവൊക്കെ റെഡിയാക്കി എടുത്തത്. ഇനി ഇത് തയ്യാറാക്കാനുള്ള ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓരോ സ്പൂണായിട്ട് ചൂടായ ഓയിലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടിയില്ല ശരിക്ക്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് എടുക്കാൻ നേരം ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഇതിൽ അധികം എണ്ണ കുടിക്കില്ല. ഇനി ഞാനിത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും റെഡിയാക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനമല്ലേ നേന്ത്രപ്പഴമൊക്കെ. പഴുത്തത് കളയൊന്നും ചെയ്യാണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി സ്നാക്സ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.